അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബുൾസൈൻ്റെ റെസിപ്പിയാണ്. ബുൾസൈ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബുൾസൈ ആണിത്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബുൾസൈയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിവിടെ 4 കോഴിമുട്ടയിലാണ് ഈ ബുൾസൈ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബുൾസൈ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടല്ല ചെയ്യാറുള്ളത്. മുട്ട അങ്ങോട്ട് പാനിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം മുട്ടയുടെ വെള്ള മൊത്തം നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മഞ്ഞ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മുട്ടയുടെ തോട് തന്നെ വെച്ചാൽ മതി. അപ്പോൾ 4 നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ ബുൾസൈ ഉണ്ടാക്കിനേക്കാളും കുറച്ചും കൂടെ ഒരു സമയം നമുക്കിതിന് ആവശ്യമായിട്ട് വരും. ഇതിലേക്കുള്ള ഒരു വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ 4 ഇതുപോലെ ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ എന്തെങ്കിലും സ്പൈസസ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനിവിടെ ഉപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കി നമ്മൾ ഓയിലോ വെളിച്ചെണ്ണ എന്താ നിങ്ങൾ ഉപയോഗിക്കുന്നത് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോവും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളി ഒരു റൗണ്ടാക്കിയിട്ട് ഞാനൊരു 4 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ട ആയതുകൊണ്ട് തന്നെ 4 പീസ് എടുത്തത്. ഇനി ഉരുളക്കിഴങ്ങാണിത്. ഇത് ഉപ്പിട്ടിട്ട് ആദ്യം ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ വേവൂല കേട്ടോ. നമുക്കിത് വേവാൻ കുറഞ്ഞ സമയം മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓണിയൻ റിങ്സിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യാറില്ല. ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യുകയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഇനി കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങളും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കുമ്പോഴും ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. കുരുമുളകും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബുൾസൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബുൾസൈ ആണ്. നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.